സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനം 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് നിയമസഹായ കമ്മിറ്റി ചെയർമാൻ സുരേഷ്. റഹീമിന്റെ മടങ്ങിവരവിനായി നാട് കാത്തിരിക്കുകയാണെന്നും റഹീം വന്ന ശേഷം പിരിച്ച തുക എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുമെന്നും സുരേഷ് പ്രതികരിച്ചു. 20 വർഷമായി സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുകയാണ് കോഴിക്കോട് ഫറൂഖ് സ്വദേശിയായിട്ടുള്ള അബ്ദുൾ റഹീം. റഹീമിന്റെ തടവ് കാലാവധി ഇന്നലെ രാത്രിയോടുകൂടെ അവസാനിച്ചു. റഹീം വളരെ വേഗത്തിൽ നാട്ടിലെത്തും എന്നുള്ള പ്രതീക്ഷയാണ് ഏവർക്കുമുള്ളത്. നമുക്കൊപ്പം റഹീം നിയമസഹായ കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള ഫറൂഖ് സ്വദേശി സുരേഷ് ചേരുകയാണ്. സുരേഷ് ഏട്ടാപ്പം, എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്ന വിവരം? 20 വർഷത്തെ ശിക്ഷാ കാലാവധി 19-ാം തീയതി അർദ്ധരാത്രിയോടെ അവസാനിക്കുമെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിനുശേഷം പുതിയ വിവരങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും സൗദി പോലൊരു രാജ്യത്ത് ഇന്നലെ തന്നെ അദ്ദേഹത്തെ റിലീസാക്കിയിട്ടുണ്ടാവുമെന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. വളരെ കാലത്തെ ഒരു കാത്തിരിപ്പിന് വിരാമം തന്നെ ആവും എന്ന് തന്നെ പ്രതീക്ഷയിലാണുള്ളത്. മിക്കവാറും 1-2 ദിവസത്തിനുള്ളിൽ അദ്ദേഹം നാട്ടിലെത്താൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പാണ്. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി നാടും നാട്ടുകാരും ഒക്കെ തയ്യാറായിരിക്കുകയാണ്. ഈ പെരുന്നാളിന്റെ അവധിയിലേക്ക് ഉദ്യോഗസ്ഥർ പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാ നിയമ നടപടികളും പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. തീർച്ചയായും പെരുന്നാളിന്റെ അവധിക്ക് മുമ്പ് തന്നെ ഇദ്ദേഹത്തിന്റെ ശിക്ഷ കാലാവധി പൂർത്തീകരിച്ചതുകൊണ്ട് രാജ്യത്തേക്ക് കയറ്റിവിടും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ അതുപോലെ തന്നെയുള്ളതാണ്. 2006 മുതലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാവുകയും അദ്ദേഹം തടവിലാവുകയും ചെയ്തത്. അത് 2006-ലാണ് അദ്ദേഹം നാട്ടിൽ നിന്ന് സൗദിയിലേക്ക് പോയത്. അവിടുന്ന് ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് ജയിലിലേക്ക് പോകേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് ഒരു കൃത്യമായൊരു വിരാമമായിരിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ലോകമെമ്പാടുമുള്ള മലയാളികൾ കൈകോർക്കുന്നു. അങ്ങനെ 34 കോടി രൂപ ധനമായിക്കൊണ്ട് നമുക്ക് നൽകാൻ കഴിയുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് കുടുംബം മാപ്പ് നൽകുകയും ചെയ്തത്. എന്തായാലും ആ നടപടികളൊക്കെയാണ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നത്. നമ്മൾ അവരെ ആവശ്യപ്പെട്ട പൂർണ്ണമായും പണം നൽകുകയും നമ്മുടെ ഒരു വലിയ കൂട്ടായ്മ മലയാളികളും മറ്റു ആളുകളെല്ലാം നമുക്ക് സഹായം നൽകിയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഫണ്ട് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചിരുന്നു. ബാക്കി വന്ന പണം നമ്മുടെ ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ നീക്കിയിരിപ്പായിട്ട് ഇരിക്കുന്നുണ്ട്. അദ്ദേഹം റഹീം വന്നതിന് ശേഷം അത് എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് ട്രസ്റ്റ് ആലോചിച്ച് ഇത്തരം മറ്റ് പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്ന രൂപത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. എത്ര രൂപയാണ് ഇപ്പോൾ അതിനകത്ത് ബാലൻസ് ഉള്ളത്? കൃത്യമായിട്ട് പറയണമെങ്കിൽ അത് പരിശോധിക്കേണ്ടതായിട്ട് വരും. 11.5 കോടിയിൽ പുറത്തേക്ക് ഉണ്ടാവും തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി അത് റഹീം വന്ന ശേഷമായിരിക്കും അത് എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനം. തീർച്ചയായിട്ടും റഹീമിന്റെ മോചനത്തിന് ശേഷം മാത്രമേ നമ്മുടെ ബൈലോ പ്രകാരം നമുക്ക് അതിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. റഹീം ഉടൻ നാട്ടിലെത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിനും അതുപോലെ തന്നെ നിയമസഹായ കമ്മിറ്റിക്കുമുള്ളത്. ഫറൂഖിൽ നിന്ന് ഷബീർ കലീലിനൊപ്പം സമീസി മുഹമ്മദ്, മീഡിയ 1.